ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രാമ്പു വേര് പിടിപ്പിച്ച് മുളപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. ഈ രീതിയിൽ ഗ്രാമ്പു നമ്മൾ നടുന്നത് ചെറുപഴത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ്, അല്ലാതെ മണ്ണിലേക്ക് നേരിട്ട് ഇറക്കി വെച്ചല്ല. മിതമായിട്ടുള്ള ചൂടും തണുപ്പും കൊടുത്ത് ഉപ്പ് രസത്തിൽ സാധാരണ ചെടിച്ചട്ടിയിൽ വികസിപ്പിച്ചെടുക്കുന്ന ഈ രീതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ 24 മണിക്കൂർ കുറച്ച് ഗ്രാമ്പു, നല്ല നാടൻ ഗ്രാമ്പു എടുത്തിട്ട് 24 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മോളുവശത്ത് ആ മൊട്ട് പോലെയുള്ള പൂ പോലെയുള്ള കാര്യങ്ങൾ വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇടാവുള്ളൂ, അത് മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. ഇതൊരു വാഴക്കൊല, ഒരു ചെറു വാഴക്കൊല, അത് അധികം മുഴുപ്പുള്ള വാഴക്കൊലയൊന്നുമല്ല, സാധാരണ ഒരു മൈസൂർ പൂവിൻ്റെ ഒരു ചെറിയ കൊല, നല്ലപോലെ പഴുത്തത്. ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പൊടിയുപ്പാണ്. നല്ലപോലെ ഒന്നെങ്കിൽ പൊടിയുപ്പ് അല്ലെങ്കിൽ പൊടിച്ച ഉപ്പ്, ഇത് രണ്ടും എടുക്കാം. ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് പൊടിമണ്ണും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചാണകവും മിക്സ് ചെയ്തതാണ്. പിന്നെ ചീമക്കൊന്നയുടെ ഒരു കമ്പും എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് മുളപ്പിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ടിന്നെടുത്തിട്ട് ഈ ചെടിച്ചട്ടി എടുത്തിട്ട് വെച്ചിട്ട് ഇതിനകത്തോട്ട് മണ്ണ് അപ്ലൈ ചെയ്യുന്ന രീതിയാണ്. ഈ മണ്ണ് അപ്ലൈ ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് 3 ലെയറായിട്ടാണ് നമ്മൾ മണ്ണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ ഈ ചെടിച്ചട്ടിയുടെ അകത്ത് ഒരു കട്ടിങ് കാണുന്നുണ്ട്. ആദ്യത്തെ കട്ടിങ്ങിൽ ഇതിൻ്റെ അടിവശത്ത് വെള്ളം ചോർന്നു പോകാനൊക്കെയുള്ള സംവിധാനമുണ്ട്. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷനിൽ അടിവശത്തെ കട്ടിങ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ഒന്ന് നിരത്തിയിട്ടു, അതിനകത്തു നിന്നുള്ള കല്ലുകളും കാര്യങ്ങളും എല്ലാം പെറുക്കി കളഞ്ഞു. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഈ പൊടിയുപ്പ് നല്ലപോലെ വിതറി കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന്. ആദ്യത്തെ ഭാഗത്ത് ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നത്, ഇതിൻ്റെ മേലേക്ക് നല്ല പൊടിമണ്ണ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം പാത്രം എത്തുന്നോടം വരെ മണ്ണിട്ട് കൊടുക്കുക. നല്ലപോലെ മണ്ണിട്ട് കൊടുത്ത് ഏകദേശം പകുതി എത്തും. അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ലെയർ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഉപ്പ് പൊടി അതിന് മുകളിലേക്ക് നല്ലപോലെ വെതറി കൊടുത്തതിന് ശേഷം ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഉപ്പൊക്കെ ഒന്ന് വിതറി കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ സെക്ഷനിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ചെറിയ ഉപ്പുരസം ഇറങ്ങുകയും ലെയറായിട്ട് എല്ലാ സൈഡുകളിലും ഉപ്പുരസം ഇറങ്ങുകയും വേണം. ഇത് മണ്ണിൽ കൂടി മേലേക്ക് അതിൻ്റെ ഉപ്പുരസം ശരിക്കും വരുന്നുമുണ്ട്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. രണ്ടാമത്തെ ലെയറും ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യം എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് ചീമക്കൊന്നയുടെ ചപ്പുണ്ട്. നല്ല മൂത്ത ഇലയാണ്. ഈ ഇല ഒന്ന് കട്ട് ചെയ്ത് ഞുറുക്കി ഇതിനകത്തേക്ക് മേലവശം ഒന്ന് കവർ ചെയ്യാൻ പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ഞുറുക്കി ചെറിയ പീസുകളാക്കി നൈസാക്കി ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫക്റ്റ് ഉണ്ടാകും. കാരണം ഇത് വളവായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് നല്ല ഉപ്പിനകത്ത് ലയിച്ചിട്ട് ഇത് അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ വേര് വളരാനും ചെടി വളരാനും ഉപകരിക്കുകയും ചെയ്യും. ഇപ്പോൾ എല്ലാം ഞുറുക്കി അതിനകത്ത് ഇട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ലെവലിലാക്കി കൊടുക്കുക, നല്ലപോലെ ലെവലിലാക്കി എന്ന് എല്ലാ സൈഡുകളിലും എത്തി എന്ന് ഉറപ്പായതിന് ശേഷം ബാക്കിയുള്ള മണ്ണ്, ഈ പൊടിമണ്ണ് അതിനകത്തേക്ക് ഫുള്ളായിട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മണ്ണ് ഏകദേശം അതിൻ്റെ ഒരു 1/4 ഭാഗത്ത് വരും നിറച്ചും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ശരിക്കും ഒതുങ്ങി താഴ്വശത്ത് ഏകദേശം ഒരു ഏറ്റവും ടോപ്പ് വശം ഒരു 1.5 ഇഞ്ച് മാത്രം കിട്ടിയാൽ മതി. അതുവരെ ഉള്ളത് നല്ലപോലെ മണ്ണിട്ട് നികത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെയും ഇതുപോലെ തന്നെ ഉപ്പ് വിതറി കൊടുക്കുക. ഇപ്പം ഉപ്പെല്ലാം നല്ലപോലെ വിതറി കൊടുത്ത് ഏകദേശം നല്ലപോലെ ഉപ്പെല്ലാം കവറായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ലപോലെ ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തൊരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലിറ്റർ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞ് നിന്ന് കഴിയുമ്പോൾ ശരിക്ക് അതിനകത്തേക്ക് ഇറക്കി വിടണം. എന്തെങ്കിലും വെച്ചിട്ട് ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അടിവശം വരെ വെള്ളം ശരിക്ക് ഇറങ്ങി പോവുകയും ഈ ഉപ്പ് രസവും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് മിക്സ് ആവുകയും വെള്ളത്തിൻ്റെ ഒരു അംശത്തിൽ ലയിച്ച് കിടക്കുകയും ചെയ്യും. അങ്ങനെ ഇത് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ച് കഴിയുമ്പം ഈ വെള്ളം ശരിക്കും മണ്ണിലോട്ട് ഇറങ്ങി കുതിരുകയും നോർമൽ രീതിയിൽ മേലവശത്ത് നല്ല കുതിർന്നിരിക്കുകയും മണ്ണ് മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ചെറുതായിട്ടൊരു വെള്ളമയത്തിൽ നിൽക്കുകയും ചെയ്യും. ആ അവസ്ഥ വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ
ഇനി ചെയ്യുന്നത് നല്ല പൊടിമണ്ണ്, നല്ല നൈസായിട്ടുള്ള പൊടിമണ്ണ്, കട്ടി ഒരു കാരണവശാലും പാടില്ല, കട്ടിയായിട്ട് കിടക്കുന്നത് പാടില്ല, നല്ലപോലെ പൊടിച്ചെടുത്ത നല്ല പൊടിമണ്ണ്. മണ്ണ് മാത്രം മതി. ആദ്യത്തേതിൽ നമ്മൾ ചാണകപ്പൊടി ചേർത്തിരുന്നു, ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, മണ്ണ് മാത്രം ഉള്ളത്. ഏകദേശം 1 ഇഞ്ച്, ഒരു ഇഞ്ച് നമ്മൾ ബാക്കി വെച്ചിരുന്ന ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഞാൻ 1 ഇഞ്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇനി ചെയ്യേണ്ടത്, അടിവശത്തെല്ലാം നല്ല നനവും കാര്യങ്ങളും ഉണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നേ ഇല്ല. നമ്മൾ ഇനി ചെയ്യുന്നത് ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഈ 1 ഇഞ്ചിൽ ചെറുതായിട്ടൊന്ന് ഇളകി വരികയും അതിലകത്തേക്ക് മണ്ണ് വെള്ളവും കൂടി മിക്സായി വരികയും ചെയ്യും. അതുവരെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി ഇറക്കി നോക്കുക. കുത്തി ഇറക്കുമ്പോൾ ശരിക്കും അകവശത്തോട്ട് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ലപോലെ നനവ് ചെന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിന് മുകളിലേക്കും നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഈ പൊടിയുപ്പ് ഒന്ന് വിതറി കൊടുക്കുക. അതും വിതറി കൊടുത്തു കഴിയുമ്പം ഇതിനകത്ത് നനവുള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അലിഞ്ഞു പൊക്കോളും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പഴത്തിൽ സെറ്റ് ചെയ്ത് ഗ്രാമ്പു ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഴം, ഈ ചെറിയ പഴം, ചെറിയ കായ് നല്ലപോലെ പഴുത്തത് നോക്കിയിട്ട് ഒരു 5, 6, 8 കായെങ്കിലും മോള് വശമൊന്നും ഇടന്ന് പോകാതെ തോലൊന്നും പൊളിഞ്ഞു പോകാതെ അടർത്തിയെടുത്ത് വെക്കുക. കാരണം തോല് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇറങ്ങുകയും പെട്ടെന്ന് അലിഞ്ഞു പോവുകയും ചെയ്യും. കാരണം ഉപ്പ് രസം കൂടെ കൂടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. തോല് നിർബന്ധമായിട്ടും വേണം. ഇനി ഇതിൻ്റെ മേലെ വശം മാത്രം ഏകദേശം ഒരു ചെറിയ സൈഡ് ഏകദേശം ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് താഴോട്ട് ഇറങ്ങാൻ വേണം. ഇപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മേലെ വശം മാത്രം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഉപ്പ് പൊടി എടുത്തിട്ട് അതിൻ്റെ മേലെ വശത്തൊന്ന് നല്ലപോലെ തേച്ച് കൊടുത്തു. നല്ലപോലെ ഒന്ന് സൈഡ് വശവും എല്ലാം ഒന്ന് തേച്ച് കൊടുത്തു. ഏകദേശം ഇറങ്ങിപ്പോകാവുന്ന സൈഡുണ്ട്. ഏകദേശം ഇതേ സൈസാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. നല്ല ഗ്രാമ്പു തൊട്ട് എടുത്തിട്ട് നല്ല പോലെ കുതിർന്നിരിക്കുന്ന ഗ്രാമ്പു എടുത്തിട്ട് അതിൻ്റെ തലയ്ക്ക് വശം മുകളിൽ നിൽക്കുന്ന ഭാഗത്തിൽ, ഇപ്പം വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പൊട്ടുപോലെ മേലവശമുണ്ട്. അതവിടെ നിൽക്കുകയും വേണം. അടിവശം അതിനകത്തേക്ക് ഇറങ്ങിപ്പോവുകയും വേണം. ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പഴത്തിൻ്റെ അകത്തേക്ക് എയർ കയറാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് സ്മൂത്തായിട്ട് വേര് പൊട്ടാനും കാര്യത്തിനൊക്കെ വേണ്ടി സൈഡ് വശം ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ സൈഡ് കോണായിട്ട് കീറി കൊടുക്കുക. ഇങ്ങനെ കീറി കൊടുത്തു കഴിയുമ്പം ഇതിനകത്തേക്ക് എയർ കയറുകയും കാര്യങ്ങളും ചെയ്യും. അകത്തു നിന്ന് ദ്രവിച്ച് വേരിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിരൽ വെച്ചിട്ട് ഒരു ഹോളുണ്ടാക്കിയിട്ട് വിരൽ വെച്ചിട്ട് തന്നെ ഒരു കുഴി ഉണ്ടാക്കുക. ആ കുഴി ഉണ്ടാക്കി ഇത് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് ഒരു ചെറിയ പോയിൻ്റ് ഒരു ഏകദേശം 1 സെൻറ്റി മുകൾ വശത്ത് ഇരിക്കാൻ പാകത്തിന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എത്രയാണ് നടുന്നത് ഒരു 5 എണ്ണം 6 എണ്ണം 8 എണ്ണം എങ്ങനെ വേണമെങ്കിലും ചെടിയുടെ സൈസ് അനുസരിച്ച് ഇതുപോലെ ഗ്യാപ്പിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ. ഗുഡ് ലക്ക് എവരിബഡി.